ഹലോ ഗൈസ്, കുറച്ച് നാളുകൾ കൂടി നമുക്ക് നല്ല മുഴുത്ത നെയ്മത്തി കിട്ടിയിട്ടുണ്ട് പരിഞ്ഞിലൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് വറക്കാനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് പുരട്ടി വെച്ചിരുന്ന മത്തി നമ്മൾ അതിലേക്ക് പറക്കി വെക്കുന്നുണ്ട്. പരിഞ്ഞിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ ഒരു സംഭവം ഉണ്ടാക്കാം. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അരച്ചതും പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് വാട്ടുന്നുണ്ട്. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മത്തിയൊക്കെ ഒരു സൈഡ് വെന്ത് കേട്ടോ. അപ്പോൾ അതിനെ തിരിച്ചിടുന്നുണ്ട്. കറി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് മത്തി കഷ്ണങ്ങളൊക്കെ ഒഴിച്ച് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ താളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പരിഞ്ഞിൽ റെഡിയാക്കാനായിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മുടെ പരിഞ്ഞിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്, അതായത് തേങ്ങ. അപ്പോൾ നമുക്കൊരു പീര പോലെ